ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ 5 രൂപയ്ക്ക് മത്സ്യവും കൂട്ടി ഊണ്. കേരളത്തിൽ ഇന്ദിരാ ക്യാൻറ്റീൻ. ഭരണമാറ്റത്തിൻ്റെ ഓരോ ഗുണങ്ങളെ എത്ര രസകരമായിട്ടാണ് കിടക്കുന്നത്. കേരളത്തിൽ കൊച്ചി കോർപ്പറേഷൻ ഇന്ദിരാ ക്യാൻറ്റീൻ തുടങ്ങിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന പുതിയ വാർത്ത. വമ്പൻ പെരുന്നാൾ സമ്മാനമാണ്, ദീപാവലി പെരുന്നാൾ സമ്മാനമാണ് സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ നടത്തുന്ന സബ്സിഡി ക്യാൻറ്റീനുകൾ, സർക്കാർക്ക് കുറേ സബ്സിഡി ക്യാൻറ്റീനുകളുണ്ട്. ആ സബ്സിഡി ക്യാൻറ്റീനുകളിൽ ഊണും ചോറും, അതായത് മീനും ചോറും 5 രൂപയ്ക്ക് നൽകുന്ന പദ്ധതിയാണ്. കല്യാണിയിൽ നടന്ന ഭരണതല അവലോകന യോഗത്തിലാണ് പ്രസ്തുത നിർണായകമായ തീരുമാനം നടത്തി. 400 പ്രത്യേക സർക്കാർ ക്യാൻറ്റീനുകളിലൂടെയായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക. അപ്പോൾ ആൾറെഡി അവിടെ സർക്കാർ ക്യാൻറ്റീനുകളുണ്ട്. നമ്മൾ ഇവിടെയും ഇന്ത്യൻ കോഫി ഹൗസിന്റെ മാതൃകയിൽ സർക്കാർ ഇന്ദിരാ ക്യാൻറ്റീനുകൾ വരാനുള്ള സാധ്യത ബഡ്ജറ്റിൽ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്കും പ്രസക്തി വരുന്നത്. അപ്പോൾ കേരളത്തിൽ ഇന്ദിരാ ക്യാൻറ്റീനുകൾ, അവിടെ 20 രൂപയ്ക്കാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. 20 രൂപ കൊടുത്താൽ മനോഹരമായി ഫുഡ് കിട്ടുന്ന ക്യാൻറ്റീൻ എറണാകുളത്തുണ്ട്. ഇവിടെ അതിനെല്ലാം കടത്തിവിട്ടുകൊണ്ട് 5 രൂപയ്ക്ക് പശ്ചിമ ബംഗാൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഉത്സവക്കാർക്ക്, സാധാരണക്കാർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഗുണനിലവാരമുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും അതുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ ഉത്സവ സീസണിൽ, ദീപാവലി പെരുന്നാൾ സീസണിൽ എന്തായാലും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വലിയ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. 5 രൂപ കൊടുത്താൽ മീൻകറി ചേർത്ത് ഊണ് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്നപൂർണ യോജനയുടെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുമെന്നുള്ള, എല്ലാ ഇന്ത്യക്കാർക്കും, അതായത് അവിടെ ഈ കുടിയേറിയിട്ടുള്ളവർക്ക് കിട്ടത്തില്ല, എല്ലാ ഇന്ത്യക്കാർക്കും ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യവകുപ്പിൽ നിന്ന് വേർപെടുത്തി പുതിയ ആയുഷ് വകുപ്പ് ഉണ്ടാക്കുകയാണ്. ഇതും കേരളത്തിന് ആലോചിക്കാവുന്ന ഒരു വിഷയമാണ്. കെ മുരളീധരൻ ഇവിടെ മന്ത്രിയാണ്, ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഒരു ആയുഷ് വകുപ്പ് ഉണ്ടാക്കിയാൽ കൃത്യമായി ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദ, സിദ്ധ, യുനാനി തുടങ്ങിയിട്ടുള്ള ഹോമിയോപ്പതി, മറ്റൊരുപാട് കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ആയുഷ് വകുപ്പ് കേന്ദ്രത്തിലുണ്ട്. അതുപോലെ തന്നെ ഒരു ആയുഷ് വകുപ്പ് കേരളത്തിലും ആലോചിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. അവരെ നാട് കടത്തുന്നതിന് വേണ്ടി പ്രത്യേക സെന്ററുകൾ തന്നെ സ്ഥാപിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുകൾക്ക് ബംഗ്ലാദേശ് കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിനായി BSFന് കൈമാറും. അപ്പോൾ ഒരു വശത്ത് കുടിയേറ്റക്കാരെ കംപ്ലീറ്റ് അവിടെ നിന്ന് ഇറക്കുന്നു, അവിടെ ഉള്ളവർക്ക് വലിയ കാര്യം കൊടുക്കും. ഇപ്പൊ തന്നെ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നില്ല. ഇനി 5 രൂപയ്ക്ക് ഊണും കൂടെ കിട്ടിയാൽ വല്ലവരും കേരളത്തിൽ വന്ന് ജോലി ചെയ്യുമോ? ഒരു സാധ്യതയുമില്ല. മലയാളി മൺവെട്ടിയും തൂമ്പയും എടുത്ത് തുടങ്ങുക. ഒരു കാരണവശാലും വെളിയിൽ നിന്ന് ആളെ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. സ്ത്രീകൾക്ക് മാസം 3000 ലഭിക്കുന്ന അന്നപൂർണ യോജനയ്ക്കുള്ള ഫോമുകൾ മെയ് 27 മുതൽ വിതരണം ചെയ്യും. സ്കൂളുകൾ, കോളേജ്, ആരാധന എന്നിവയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യഷാപ്പുകൾ അനുവദിക്കില്ല. വളരെ വളരെ വ്യത്യസ്തമായ തീരുമാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബംഗാളിലെ സുവേന്ദു അധികാരിയും പണി തുടങ്ങി. അവിടെ 5 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന അതിഥി തൊഴിലാളികളുടെ എണ്ണം കുറയും. അവിടെ ബംഗ്ലാദേശികൾ അടക്കമുള്ള ആളുകളെ പുറത്താക്കുമ്പോൾ സ്വാഭാവികമായും വലിയ തൊഴിൽ സാധ്യതയാണ്. അവിടെ പിന്നെ ഉള്ള ഇന്ത്യൻ ബംഗാളികളായിട്ടുള്ള പശ്ചിമ ബംഗാളിലുള്ള ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് വലിയ തൊഴിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടപലായനത്തിന് വലിയ മാറ്റമുണ്ടാകും. ഇനിയും ബാക്കിയുള്ളവർ കൂടി, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ജോലി ചെയ്യുന്ന ബാക്കിയുള്ളവർ കൂടി തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും മനോഹരമായ തീരുമാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും, നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം, വികസനം എന്നത് മാറി ക്ഷേമത്തിലേക്ക് പോകുന്നു. ക്ഷേമം എന്നത് മാറി ഇൻഡിവിജ്വലായിട്ട് ആളുകൾക്ക് വ്യക്തിപരമായി സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന പദ്ധതികളിലേക്ക് ഒരു ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാനാണ് നമുക്കിത് താല്പര്യം. നമ്മൾ നോക്കൂ, ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ 10,000 രൂപയാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കിയത്. അതിന്റെ ഗുണം വളരെ വലുതായിട്ടാണ് അവർക്ക് കിട്ടിയത്. 6,000 രൂപ കർഷകരുടെ അക്കൗണ്ടിൽ ഒരു ദിവസം ഇടുന്ന പരിപാടിയാണ് നരേന്ദ്രമോദി നടപ്പിലാക്കിയത്. അതിന്റെ മെച്ചം വലിയ തോതിലാണ് നരേന്ദ്രമോദിക്കും BJPക്കും കിട്ടിയത്. തമിഴ്നാട്ടിലാണെങ്കിൽ LPG 200 ദിവസത്തെ വൈദ്യുതി സൗജന്യം, 6 LPG സിലിണ്ടർ സൗജന്യം, ഇങ്ങനെ നിരവധി സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തമിഴ്നാട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുകയാണ്. വികസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോട്ട് കിട്ടുക എന്ന് പറയുന്നത് കേവലം കുറെ സ്കീമുകളും വികസന പ്രവർത്തനങ്ങളും അല്ല. അതിനുപരിയായി വെൽഫെയർ മെഷേഴ്സ് ആയിരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ, വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഇങ്ങനെ കുറെ പെൻഷനുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായിരുന്നു. എങ്കിൽ അത് മാറി പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് വ്യക്തിഗത ആനുകൂല്യങ്ങൾ, പരമാവധി നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് പൊളിറ്റിക്സ് ആണ് ഇന്ത്യയിൽ ഇനി വരുന്നത്. അതിൻ്റെ കാലമാണ് വരുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലുങ്കാനയിലുമൊക്കെ
വലിയ പമ്പൻ പ്രഖ്യാപനങ്ങളാണ് ജൂണിൽ വരുന്നത്. അതുപോലെ തന്നെ വലിയ പ്രഖ്യാപനമായിട്ടാണ് സുവേന്ദു അധികാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രെൻഡാണ്. ഇന്ത്യക്ക് എല്ലാ സ്റ്റേറ്റിനും വരുന്ന പുതിയ ട്രെൻഡ് ഇതാണ്. ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഉൾപ്പെടെ ഇപ്പം 5 രൂപയ്ക്ക് ഫുഡ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ വലിയ സഹായമാണ് അവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. മത്സ്യവും കൂട്ടി ഊണ് കിട്ടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിലേ ഊണിന് 100 രൂപ വിലയുണ്ട്, മത്സ്യവും കൂട്ടി കഴിക്കുന്ന 10-75 രൂപ വില വരും. ആ സമയത്ത് 5 രൂപയ്ക്ക് കിട്ടുന്നു. ഇന്ദിരാ ക്യാൻറ്റീനിൽ പോയാൽ 10 രൂപയ്ക്ക് ഫുഡ് കിട്ടുന്നു, രാത്രി 20 രൂപയ്ക്ക് ഫുഡ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ വലിയ വലിയ മാറ്റമാണ് അതുണ്ടാക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ അമ്മ ഹോട്ടലുകൾ തുടങ്ങിക്കൊണ്ട്, അമ്മ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിക്കൊണ്ട് ജയലളിത വലിയ വിപ്ലവമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയത്. അതുപോലെ ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലും പരിപാടികൾ നടക്കുന്നു. കേരളത്തിലും ഇന്ദിരാ ക്യാൻറ്റീനുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയും വരുന്നു. പശ്ചിമ ബംഗാളിൽ 5 രൂപയ്ക്ക് ഉഷാറായ ഊണ്, കേരളത്തിൽ ഇന്ദിരാ ക്യാൻറ്റീൻ. ഇതാണ് പുതിയ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാറ്റം. ഇതൊരു രാഷ്ട്രീയ മാറ്റമാണ്. ഇനി വരുന്ന ഗവൺമെൻറ്റുകളെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ വികസനത്തിൽ നിന്ന് മാറി ക്ഷേമത്തിലേക്ക് പോയി, ക്ഷേമത്തിൽ നിന്ന് മാറി ഇൻഡിവിജ്വൽ വ്യക്തിഗത ആനുകൂല്യ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രം മാറുന്ന പുതിയ കാഴ്ചയാണ്. അതിൻ്റെതായ ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. കാരണം പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലകളിൽ പണം മുടക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ശരിയാവുക എന്നൊരു ചോദ്യമുണ്ട്. ജനങ്ങൾക്ക് എല്ലാം സൗജന്യമായി കൊടുക്കുമ്പോൾ ഒരു അലസ രാഷ്ട്രം സൃഷ്ടിക്കുമോ, അലസന്മാരുടെ രാഷ്ട്രം സൃഷ്ടിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഒരു വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് കൺട്രി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയമൊക്കെ പറയുന്ന രാജ്യത്തിന് ജനങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും കുടിവെള്ളക്ഷാമവും അതുപോലെ തന്നെ സാനിറ്റേഷൻ പ്രശ്നങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇതൊരു നല്ല രസകരമായ ഒരു ഡിബേറ്റ് വിഷയമാണ്. ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി ഇതിൽ വ്യത്യസ്ത വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വിഷയം ഇപ്പോഴിതാ ഞങ്ങൾ പറഞ്ഞ വിഷയം പുതിയ രൂപത്തിൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി വരുന്നു. കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങളിൽ വരുന്നു, തമിഴ്നാടിൻ്റെ വിജയിയുടെ സംസ്ഥാനത്തിൽ വരുന്നു, ആന്ധ്രയിൽ വരുന്നു, ഇപ്പോഴിതാ BJPയുടെ സംസ്ഥാനത്തിലും അത് വന്നിരിക്കുന്നു. പുതിയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വ്യക്തിഗത ആനുകൂല്യങ്ങൾ പരമാവധി കൊടുത്തുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ്.